സിനിമയിലെ ലൈംഗിക പീഡനങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പോലീസിലെ പ്രത്യേക സംഘത്തിന് മുന്നിലേക്ക് പരാതി പ്രവാഹമാണ്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. എംഎൽഎയും നടനുമായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു തുടങ്ങി 7 പേർക്കെതിരെ മിനു മുനീർ ഇമെയിൽ മുഖേന പരാതി നൽകി. നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെയും പരാതി സമർപ്പിച്ചു. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശമുണ്ട്. നടൻ ബാബുരാജിനും സംവിധായകരായ വി.കെ. പ്രകാശനും ശ്രീകുമാർ മേനോനുമെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുകയാണ്. ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെയാണ് നടി മിനു മുനീർ പരാതി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേനയാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. നടന്മാർക്ക് പുറമെ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പ്രൊഡ്യൂസറുമായ അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും പരാതിയുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ തനിക്കുനേരെ ലൈംഗികാതിക്രമമുണ്ടായി എന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. അതിനിടെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച നടി മിനു മുനീറിനെതിരെ മുകേഷ് രംഗത്തെത്തി. ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും നടൻ മുകേഷ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2009 മിനു കുര്യൻ എന്നു പേരുള്ള സ്ത്രീ തന്റെ വീട്ടിൽ വന്നിരുന്നു. അവസരങ്ങൾക്കായി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ശ്രമിക്കാം എന്ന് മറുപടി നൽകിയിരുന്നു. പിന്നീട് തന്റെ നല്ല പെരുമാറ്റത്തെ അഭിനന്ദിച്ച് മിനു സന്ദേശം അയക്കുകയായിരുന്നു. ഒരനിഷ്ടവും അവർ പ്രകടിപ്പിച്ചില്ല. 2022 പിന്നീട് അവർ വീണ്ടും എത്തിയത്. മിനു മുനീർ എന്ന പേരിലാണ് അന്ന് പരിചയപ്പെടുത്തിയത്. ഇതിനുശേഷമാണ് സാമ്പത്തിക സഹായം തേടിയത്. പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതായും മുകേഷ് ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ മുകേഷിനെ നടി മിനു മുനീർ വെല്ലുവിളിച്ചു. ഇതെല്ലാം കല്ലുവച്ച നുണകളാണ്. അതുപോലെ തന്നെ 2022 ഞാൻ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു MLA ആണെങ്കിൽ ഒരു സ്ത്രീ ബ്ലാക്ക്മെയിൽ ചെയ്ത എന്തുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തില്ല? അദ്ദേഹത്തിന്റെ തെളിവുണ്ടെന്നാണ് പറയുന്നത്. ഈ തെളിവുകളൊക്കെ മതിയല്ലോ എന്നെ അറസ്റ്റ് ചെയ്യാൻ. 2 വർഷമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു കേസ് എടുക്കുകയോ ആരോട് പറയാത്ത എന്താണ്? ഇന്ന് ഞാനൊരു സത്യാവസ്ഥ കാര്യം തുറന്ന് പറഞ്ഞപ്പോൾ അതിന് ബദലായിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ഇന്ന് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. ഞാൻ അദ്ദേഹത്തിന് 2009 ഞാൻ വാട്സപ്പ് ചെയ്തിട്ടില്ല, കാരണം 2009 വാട്സപ്പ് ഇല്ലായിരുന്നു. അതേസമയം മിനു മുനീറിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ രംഗത്തെത്തി. മിനു തന്റെ അയൽവാസിയായിരുന്നു. ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല. സിനിമയിൽ താൻ ഒരു വേഷം ചെയ്തു. ആ സിനിമയിൽ നിന്ന് മിനുവിനെ മാറ്റിയത് താൻ കാരണമാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. ആരോപണത്തിനു പിന്നിൽ രാഷ്ട്രീയമാണെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ കാണിക്കാൻ പോവാൻ? ഞാൻ വാട്ട് ഈസ് മൈ റൈറ്റ്? ഞാൻ അതിനകത്തൊരു പ്രൊഡ്യൂസറല്ല, ഞാൻ ഡയറക്ടറല്ല, ആർട്ട് ഡയറക്ടറല്ല, പ്രൊഡക്ഷൻ കൺട്രോളറല്ല. സിനിമയുമായിട്ട് ഞാൻ ആക്ട് ചെയ്തു എന്നല്ലാതെ ഒരു ആക്ടർക്ക് ഒരിക്കലും ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ഞാൻ അതിനകത്ത് അവരെ കൊണ്ടുപോയിട്ടില്ല. അവർ ഒരുമിച്ച് ജീവിതത്തിൽ ഞാൻ അവരുമായിട്ട് കാറിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കിട്ടുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞ ഈ കാര്യം വെച്ചുകൊണ്ട് അവർ എനിക്കെതിരെ പരാതി കൊടുത്താൽ ആ പരാതി നിയമപരമായി തന്നെ എനിക്ക് നേരിട്ടല്ലേ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൂവ് ചെയ്യണ്ടേ? അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരെ നൽകിയ പരാതിയിൽ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വീഡിയോ കോൾ വഴിയായിട്ടായിരിക്കും ആദ്യം മൊഴിയെടുക്കുക. അതിനുശേഷം മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകും. നടിക്ക് കേരളത്തിലെത്തി മൊഴി നൽകാൻ അസൗകര്യമുണ്ടെങ്കിൽ കോടതി വഴി ബംഗാളിൽ മൊഴിയെടുക്കാനുള്ള വഴിയും തേടുന്നുണ്ട്. നേരത്തെ ശ്രീലേഖ മിത്ര കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി പ്രത്യേക സംഘത്തിന് കൈമാറിയിരുന്നു. നടൻ ബാബുരാജിനും സംവിധായകൻ ശ്രീകുമാർ മേനോനുമെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് യോഗം ചേർന്ന പ്രത്യേക അന്വേഷണ സംഘം ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനിതാ IPS ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. കേസെടുത്ത സാഹചര്യത്തിൽ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിന് നീക്കം ആരംഭിച്ചു. രഞ്ജിത്തിനോട് ഫെഫ്ക വിശദീകരണം തേടിയിട്ടുണ്ട്. News 18 കൊച്ചി.